മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നടപടികൾ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന് പരാതിയുണ്ടെങ്കിൽ രേഖാമൂലം അറിയിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പരാതികൾ നേരിട്ടുന്നയിക്കാൻ കൂടിക്കാഴ്ചയ്ക്ക് തടസ്സമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. പി ആർ സുനിൽ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് പി ആർ സുനിൽ. ഒന്നുകിൽ നേരിട്ട് വരൂ, അല്ലെങ്കിൽ എഴുതി തരൂ, എല്ലാത്തിനും മറുപടിയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലെന്ന് മാധ്യമങ്ങളിലൂടെയുള്ള വിമർശനങ്ങൾക്ക്, എക്സ് ഹാൻഡിലൂടെയുള്ള വിമർശനങ്ങൾക്ക് ഒക്കെ ചേർത്തുള്ള ഒരു മറുപടിയല്ലേ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്? പി ആർ സുനിൽ. സുജയ, ഇംഗ്ലീഷ്, ഹിന്ദി ദിനപത്രങ്ങൾക്കായി നൽകിയ ലേഖനത്തിലാണ് നേരത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് മഹാരാഷ്ട്രയിൽ മാച്ച് ഫിക്സിംഗ് നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. വോട്ടിംഗ് ശതമാനത്തിൽ ക്രമക്കേട് നടന്നു. വോട്ടെടുപ്പ് ദിനത്തിൽ അവസാന മണിക്കൂറുകളിൽ BJPക്ക് അനുകൂലമായി വലിയ തോതിൽ വോട്ടുകൾ പോൾ ചെയ്തു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു തുടങ്ങിയ ആക്ഷേപമൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. ഇതിനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളുന്നത്. പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അക്കാര്യം രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാവുന്നതാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. അതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് ഈ പരാതികൾ പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരവുമുണ്ട് എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഏത് സമയത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ഈ പരാതികൾ നേരിട്ട് അറിയിക്കാവുന്നതാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന ഒരു ആവശ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആരോപണം വലിയ ചർച്ചയാകുമ്പോഴാണ് വിഷയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ഉണ്ടാകുന്നത്. ഓക്കെ, പി ആർ സുനിലാണ് ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.